കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കുടുംബം എന്താണെന്ന് മനസ്സിലാകണ്ടേ അല്ലേ? നിങ്ങൾ നോക്കൂ, നമ്മൾ 5 നേരങ്ങളിൽ നിർബന്ധമായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളിൽ ആദ്യം ആഖിറത്തിൽ വിചാരണ ചെയ്യുന്ന കാര്യമാണ് നിസ്കാരം. വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന മുതൽ സലാം വീട്ടുന്നത് വരെ പല ചലനങ്ങളിലും പല നമ്മുടേതായ നിസ്കാരത്തില് റുക്കൂയില് സുജൂദില് അതേപോലെ തന്നെ ഇങ്ങനെ പല ഘട്ടങ്ങളിലും നമ്മൾ പലതും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ പ്രാർത്ഥനകളൊന്നും ഖുർആനിലില്ല അല്ലേ? ഇപ്പൊ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി എന്ന് തുടങ്ങുന്ന ഒരായത്ത് ഖുർആനിലുണ്ട്, അതിലേക്കുള്ള സൂചന. പക്ഷേ ഒരു പ്രാരംഭ പ്രാർത്ഥനയായി അത് ഖുർആനിലില്ലല്ലോ. ഒരു പ്രാർത്ഥനയും നിസ്കാരവുമായി ബന്ധപ്പെട്ടത് ഖുർആനിലില്ല. പിന്നെ അത് എവിടെയുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യയിലൂടെയാണ് നമുക്ക് ആ ദിക്റുകളും ദുആകളും എല്ലാം പഠിപ്പിച്ചത്. എന്നാൽ 2 പ്രാർത്ഥനകൾ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖുർആനിലുണ്ട്. ആലോചിച്ച് നോക്ക്. കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ 2 പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. ഏതാണ് ആ 2 പ്രാർത്ഥന? നിങ്ങളെ മനസ്സിൽ തന്നെ വരുന്നുണ്ടാകും. ഒന്നാമത്തെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 24-ാമത്തെ വചനം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അപ്പൊ അതിന്റെ പ്രാധാന്യം എത്രേ! സുബ്ഹാനല്ലാഹ്, അതിന്റെ പ്രാധാന്യം എത്രേ! വഖ്ഫിദ് ലഹുമാ, നിന്റെ മാതാപിതാക്കൾക്ക് നീ താഴ്ത്തിക്കൊടുക്ക്. ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്താലുള്ള എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുത്ത് നീ അവർക്ക് തണലായി മാറ്. എന്നിട്ട് നീ പ്രാർത്ഥിക്കണം. വഖുൽ, നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യ്. എന്ത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതിന് തുല്യമായി എനിക്ക് ഞാൻ എന്ത് ചെയ്താലും പകരമാകില്ല. ഞാൻ ആവുന്നതൊക്കെ ചെയ്യുന്നു, പക്ഷേ റബ്ബേ, എന്നെ പോറ്റി വളർത്തിയതിന് പകരമായി നീ അവരുടെ മേൽ കരുണ ചൊരിയണമേ, കാരുണ്യവർഷമുണ്ടാകണമേ എന്ന് ഒരു സന്തതി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അള്ളാഹുവിന്റെ കിതാബിൽ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹ് പറഞ്ഞു.